നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു വലിയ വിജയം ഞങ്ങൾക്ക് തന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നു 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരാമെന്ന്. പ്രധാനമന്ത്രി 27 ദിവസം കഴിയുമ്പോൾ തന്നെ വന്നു. ഒരു സൽഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഞങ്ങൾ ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു അവസരമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ 5 വർഷം നമ്മൾ ഏറ്റവും വലിയൊരു ദുർഭരണമാണ് തിരുവനന്തപുരത്ത് കണ്ടത്. രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു സൽഭരണം ഉണ്ടാവും. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് അത് കാണാനും അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറും. അത് വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അതെ, തീർച്ചയായിട്ടും വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം BJPയെ NDAയെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മെസ്സേജ്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ആ ഒരു വരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും ആളുകൾ NDAയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം. ബംഗാളിൽ ഉൾപ്പെടെയുള്ള പ്രചരണത്തിൽ പ്രധാനമന്ത്രി പ്രധാനമായും പറഞ്ഞത് തിരുവനന്തപുരത്തെ വിജയമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ രാജ്യമെമ്പാടും ഈ വിജയം ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടാവുന്ന ഓരോ വിജയവും ഈ രാജ്യം മുഴുവനുള്ള ജനങ്ങൾക്ക്, ദേശസ്നേഹികൾക്ക്, BJPയെയും മോദിയെയും ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളം ഒരു ടഫ് സ്റ്റേറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. LDFന്റെയും UDFന്റെയും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല പിന്തുണയുള്ള, അല്ല ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സങ്കീർണമായിട്ടുള്ള കാലത്തൂടെയാണ് ഞങ്ങളെല്ലാം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയത്. അപ്പൊ ആ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളമായി നമുക്ക് ഇന്നത്തെ പരിപാടി തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ലോഞ്ചായിട്ട് തന്നെ ഇന്നത്തെ ഈ മോദിജിയുടെ വരവ് കാണാൻ സാധിക്കും.